കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് ഇന്നലെ വയനാട് സാക്ഷിയായി. ഒട്ടനവധി പേരാണ് ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ വയനാട്ടിൽ ഒരു ദുരന്തത്തിന് ശേഷം മറ്റൊരു ദുരന്തം കൂടി ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ അഞ്ചക്കര വളവിൽ ഒരു ചെറിയ രീതിയിൽ ഉരുൾപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കൂടുതലൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഇപ്പോൾ ആൾക്കാരുടെ കാവൽ നിൽക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ JCB ഒക്കെ വന്ന് മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്ന ദൃശ്യമുള്ളത് ചൂരൽമല എന്നാണ്. ചൂരൽമലയിൽ ഇന്നലത്തെ ഉരുൾപൊട്ടലിൽ സംഭവിച്ച കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഈ ഭാഗങ്ങളിൽ ഒട്ടനവധി വീടുകളാണ് നഷ്ടപ്പെട്ടു പോയത്. പല വീടുകളും ഒലിച്ചു പോയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ കുറേ വീടുകൾ ഒരു പകുതിയിലേറും ഭാഗം മണ്ണിനടിയിലായിട്ട് കിടക്കട്ടോ. ഇവിടെ ഈ കാണുന്ന ഈ ആൾക്കാർ നിൽക്കുന്ന ഈ ഭാഗത്ത് അവിടെയൊക്കെ നല്ല താഴ്ച ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അവിടെയൊക്കെ ഈ മണ്ണ് വന്നിട്ട് കൂന പോലെ കൂടിയിട്ട് ഒരുപാട് ഹൈറ്റിൽ ഇപ്പോൾ പൊന്തിയിട്ടുണ്ട്. അവിടെ കണ്ടോ, തൊട്ടപ്പുറത്ത് JCB കണ്ടോ നിങ്ങൾ? JCB ഒക്കെ അവിടെ അങ്ങനെ മറിഞ്ഞ് കിടക്കുന്നു. അതേപോലെ തന്നെ ഈ വീടിൻ്റെ വീടിൻ്റെ തറകളൊന്നും കാണുന്നില്ല. അവയൊക്കെ ഫുള്ള് മണ്ണിൽ മൂടി കിടക്കുക കേട്ടോ. അതേപോലെ വീടിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ മണ്ണുകളാണ്. അതേപോലെ അതിനകത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അതിനകത്തുനിന്ന് എടുത്തതാണ്. രക്ഷപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. മരിച്ചവരുണ്ട്, മരിക്കാത്തവരുണ്ടായിരുന്നു. അങ്ങനെ ഇതാ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗം നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇതാ മണ്ണ് വന്ന് ഒരുപാട് കൂടി നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള വീടുകളും ഒക്കെ ഒരു വീടിൻ്റെ ഭാഗമൊക്കെ മണ്ണിനടിയിൽ പോയ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ വീടിൻ്റെ മുകളിൽ ടോപ്പിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ കയറുന്നുണ്ട്. കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഒരു 1:30 മണിക്ക് ഇതേപോലെ ഒരു ദുരന്തം വന്നിട്ട് ഇവരെ എല്ലാവരും കൊണ്ടുപോകുന്നൊരു കാഴ്ച. പലരുടെ ബോഡിയും പല സ്ഥലങ്ങളിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ നിലമ്പൂർ ഭാഗത്തു നിന്നൊക്കെ കുറേ ബോഡികൾ കിട്ടി എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർക്കാപ്പുറത്ത് എന്താ പറയുക, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ലോകം തന്നെ അവസാനിക്കുന്നത് പോലെ ആയിരിക്കും ആ പാവങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഇവരൊക്കെ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം ആ ഒരു മരണത്തെ മല്ലടിക്കുന്ന ഒരു സമയം വല്ലാത്തൊരു അവസ്ഥ തന്നെയാണത്. ഏതായാലും അല്ലാഹു തആല അവർക്കൊക്കെ നല്ലത് കൊടുക്കട്ടെ, അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അതിനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മളെപ്പോലത്തെ സഹോദരന്മാരാണ്, അല്ലെങ്കിൽ ചെറിയ പിഞ്ചു മക്കളാണ്, അവരൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. പടച്ചവൻ്റെ ഒരു കഥ അല്ലാതെ ഒന്നും അതിൽ പറയാനില്ല. ഏതായാലും നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ബാക്കിയുള്ളവരെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി അവർക്ക് നല്ലൊരു പുതുജീവൻ നൽകുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊന്നും ഇതിൽ പറയാനില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ മുകളിലെ ഭാഗമൊക്കെ നിങ്ങൾ കണ്ടോ? ഇവിടെയൊക്കെ ഫുള്ള് ചളിയാണ്. അതേപോലെ അവരുടെ അടുക്കളയുടെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. അതിൽ മുഴുവനും മണ്ണും കല്ലും അതുപോലത്തെ സാധനങ്ങൾ. ഇപ്പുറത്ത് അവർ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ താഴെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ മുകളിലുണ്ടോ, ഇവിടെ ഈ മുകളിൽ വാട്ടർ ടാങ്കൊക്കെ വെച്ച ഈ ഭാഗത്തൊക്കെ മൊത്തം വെള്ളം കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ അതിൻ്റെ ആ സൈഡിൽ കുറേ വീടുകൾ, അവിടെ ആ വീടുകളൊക്കെ ഇതേപോലെ അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊരു രൂപത്തിൽ ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ദുരന്തമുഖത്തെ കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം പലരുടെയും ബോഡി എടുക്കുന്ന രംഗം, അല്ലെങ്കിൽ പലരുടെയും ബോഡി പല പല കഷ്ണങ്ങളായിട്ടൊക്കെ കിട്ടുന്ന ഓരോ രംഗങ്ങൾ, അതൊക്കെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അത്തരം വീഡിയോസുകൾ നമുക്ക് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടും മാത്രമാണ് അങ്ങനത്തെ ഒരു ഷോട്ടുകളൊന്നും ഞാനിത് ഉൾപ്പെടുത്താതെ ഇട്ടത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലമില്ലേ, ഒരു മരമൊക്കെയുള്ള സ്ഥലം ഉണ്ടല്ലോ, അതൊരു പുഴയായിരുന്നു. ആ പുഴയിലൂടെ വെള്ളങ്ങൾ ഒഴുകിപ്പോയിരുന്നു. അത് നല്ല ആഴം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പം മണ്ണ് വന്ന് കൂടി എന്താ പറയുക, എല്ലാം ഒരേപോലെ ആയിട്ടോ. ഇനിയിപ്പോൾ വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗങ്ങളിലൊക്കെ അവിടെയൊക്കെ കുറേ വീടുകൾ, അതേപോലെ തന്നെ അവരുടെ വാഹനങ്ങൾ, നമ്മുടെ കാറ്, അതേപോലെ തന്നെ ജീപ്പ്, കൂടാതെ തന്നെ JCB, ഇങ്ങനത്തെ കുറേ വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയാണ്. ഏതായാലും ഈ നമ്മുടെ സഹോദരന്മാർ ഒരുപാട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പങ്ക് വഹിച്ച സൈനികർ, അതേപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ,
കൂടാതെ തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർ, അയൽ നാട്ടിലുള്ളവർ എല്ലാവരും എല്ലാ രീതിയിലും ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെ പോയി നോക്കിയാലും ആംബുലൻസുകൾ ചീറിപ്പായുകയാണ്. ആ പായുന്ന സമയത്ത് തന്നെ ആംബുലൻസുകൾക്ക് പോവാനുള്ള വഴി ഒരുക്കി കൊടുക്കൽ, അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ബോഡി എടുക്കാനാണെങ്കിലും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവർ ബോഡിയൊക്കെ വളരെ ക്ലിയറായിട്ട് അവർ എടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അവർ ഭക്ഷണം കൊടുക്കുന്നു. പല യാതി റിലീഫിൻ്റെ ആൾക്കാർ വന്നിട്ട് അവർ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, വസ്ത്രമാണെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നു. എല്ലാ രീതിയിലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇത് ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ദുരന്തത്തെ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം നമ്മുടെ കർണാടകമൊക്കെ ഇത് കണ്ടുപഠിക്കണം. നമ്മുടെ ഒരു പ്രിയ സഹോദരൻ കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ഒരു മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുണ്ട്. ആ കാണാതായ സഹോദരൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അവരൊക്കെ ഇത് കണ്ടു പഠിക്കേണ്ടതാണ്. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങി എന്താ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നും ഈ നിമിഷവും എല്ലാവരും ആയിരക്കണക്കിന് ആൾക്കാരാണ് രക്ഷാപ്രവർത്തനം ചെയ്തു കൊടുക്കുന്നത്. നേരം താൽക്കാലികം നിർത്തിവെച്ചിരുന്നു. കാരണം ഇവിടെ ഇരുട്ടായത് കൊണ്ട് തന്നെ പിന്നീട് രക്ഷാപ്രവർത്തനം കുറച്ച് പ്രയാസമായത് കൊണ്ട് പിന്നെ അത് നിർത്തിവെച്ച് ആ സമയത്ത് തന്നെ ജീവനുള്ള എല്ലാവരെയും അവർ എടുത്തിരുന്നു കേട്ടോ. കാണുന്നവരൊക്കെ എടുത്ത്, അതേപോലെ മണ്ണിനടിയിൽ പോയവർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അവരെ ഇന്ന് രാവിലെ തന്നെ ഇതേപോലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ച് അവരെയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ കുറേ ജീവനുള്ളവരുണ്ടായിരുന്നു, അവരൊക്കെ രക്ഷപ്പെടുത്തി. ഏതായാലും ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെയൊക്കെ ഒരു ചെറിയൊരു തോട്, പുഴയെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തോട്, നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകി വരികയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അപകടം സംഭവിച്ച സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തു നിന്നുള്ള കാഴ്ചയുണ്ട് നമ്മൾ കാണുന്നത്. ഏതായാലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശം വിചാരിച്ച് മാത്രമാണ്. അല്ലാതെ ഇതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ചത് കൊണ്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നിങ്ങളോട് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. ഇതങ്ങനത്തെ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ദുരന്തത്തിൽ പെട്ട് വീടും അവരുടെ എല്ലാം നഷ്ടപ്പെട്ട കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് നല്ലൊരു ജീവിതം പുതുതായി കൊടുക്കാനും, അതേപോലെ തന്നെ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ടവരോ ഒക്കെ കുറേ മരണപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷമ അല്ലാഹു തആല കൊടുക്കാനും ഒക്കെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ചാലിയാർപ്പുഴയുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇത് ഉള്ളത് നമ്മുടെ എടവണ്ണപ്പാറക്ക് അടുത്ത് കവണക്കല്ല് പാലത്തിൻ്റെ അടുത്തുള്ളൊരു കാഴ്ച കേട്ടോ. അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കലങ്ങി ഇങ്ങനെ മറയുന്ന കാഴ്ചയാണ്. കാരണം നമ്മുടെ ഇവിടെ നിന്ന് ഉരുൾ പൊട്ടിയിട്ട് അവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച തന്നെ ഈ വെള്ളം അത്രത്തോളം കലങ്ങി മറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഈ പുഴയിലൂടെയാണ് ഓരോ മയ്യത്തുകളും വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും പുതിയ അപ്ഡേഷനുമായി ഞാൻ വീണ്ടും വരാം.